സാർ, മാലദ്വീപ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് മീസു അദ്ദേഹത്തിൻ്റെ പോലീസിനെ അട്ടിമറി ആരോപണം അന്വേഷിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ അവിടെ നീങ്ങുകയാണ്. ഒന്നങ്ങേക്ക് പാരനോയാണ്. കാരണം ഇന്ത്യക്കെതിരെ ചൈനയും ഈ പറയുന്ന പാകിസ്ഥാനും അമേരിക്കയിലും കൂടി ഉണ്ടാക്കി വെച്ച സാധനമാണ് ഈ മൊയ്സു ബേസിക്കലി. അപ്പോൾ അയാൾ അവിടെ പൊതുവേ ഒരു പ്രോ ഇന്ത്യൻ മൈൻഡ് സെറ്റ് ഉള്ളൊരു സ്ഥലം. മൈൻഡ് സെറ്റ് അല്ല, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയാണ്. അത് വളരെ പെട്ടെന്ന് മാറ്റി ഒരു ആൻറ്റി ഇന്ത്യൻ സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ അയാൾ ശ്രമിച്ചു. അയാൾ ആദ്യകാലത്തെ നിലപാടുകളൊക്കെ അറിയാലോ. മോഡി ദശദ്വീപ് പോയി കസാര ഇട്ടിരുന്നാൽ അങ്ങേർക്ക് പ്രശ്നം, അങ്ങനെയുള്ള പ്രോബ്ലം ആയിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് പണിയൊക്കെ കിട്ടിയതിന് ശേഷം ഇങ്ങനെ മനസ്സിലായി അത്ര എളുപ്പമല്ല. അപ്പോൾ ഇവർ വിചാരിച്ച സ്പീഡ് കാര്യങ്ങൾ പോകുന്നില്ല. വിചാരിച്ച സ്പീഡ് കാര്യങ്ങൾ പോയില്ലെങ്കിൽ ഫോർഡ് മോട്ടോഴ്സിന് ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ച പോലെ അമേരിക്കക്കാർ പണി കൊടുക്കുമെന്ന് അവർക്കറിയാം. ചൈന പോയി ഇയാളുടെ എല്ലാവരുടെ ഏജൻറ്റാണ്, ആൻറ്റി ഇന്ത്യൻ ആയതുകൊണ്ട്. അതിൻ്റെ ഒരു പാരനോയ ഉണ്ട് അയാൾക്ക്. ഇപ്പോൾ എന്നെ ഇപ്പം വലിച്ച് താഴെയിടും, എനിക്ക് പണി കിട്ടുമെന്നുള്ളത്. ആ പാരനോയാണ് സത്യത്തിൽ ഇയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉയർത്തിക്കാട്ടി ഈ പ്രസിഡന്റിനെ മറിച്ചിടാനുള്ള അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. രാജ്യത്തെ പ്രധാന വാണിജ്യ ബാങ്ക് മാലദ്വീപുകാർക്ക് അനുവദിച്ച വിദേശ നാണ്യ ചെലവിൻ്റെ പരിധി കഴിഞ്ഞ ആഴ്ച കുത്തനെ കുറച്ചു. അപ്പോൾ അത് ഇദ്ദേഹത്തിനെതിരെയുള്ള ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നതിന്, ഇദ്ദേഹത്തിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടുന്നതിനുമുള്ള ഒരു ഗൂഢ നീക്കമാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പ്രത്യക്ഷത്തിൽ ഇതുവരെ സമരമൊന്നും ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ സർക്കാരിനെതിരെയും ഇദ്ദേഹത്തിനെതിരെയും രൂക്ഷമായ വിമർശനം വരുന്നുണ്ട്. അല്ല, ഒന്നതിൽ ഇക്കോണമി സ്ട്രെയിൻഡ് ആണ്. അതുപോലെ ഈ ടൂറിസം ബേസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ കോവിഡിന് ശേഷം അവരുടെ എക്കോണമി വളരെ സ്ട്രെയിൻഡ് ആണ്. അതുപോലെ ശ്രീലങ്ക ആണെങ്കിലും മൗറീഷ്യസ് ആണെങ്കിലും മഡഗാസ്കർ ആണെങ്കിലും ഇവിടെ ആണെങ്കിലൊക്കെ ഈ പ്രോബ്ലം ഉണ്ട്. പക്ഷേ പല രാജ്യങ്ങൾക്ക് ഒന്നല്ലേ വേറൊരു സോഴ്സ് ഉണ്ട്. ഇവർക്ക് അങ്ങനെ പ്രധാനമായിട്ടും അങ്ങനെ സോഴ്സ് ഇല്ല. ഇവർക്ക് മത്സ്യബന്ധനം ഇത് മാത്രമാണ്, ഇവരുടെ ടൂറിസം മാത്രമാണ് പ്രധാനപ്പെട്ട സോഴ്സ്. പക്ഷേ എങ്കിൽ പോലും അതൊരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങേണ്ട ഘട്ടമൊന്നും എത്തിയില്ല. പിന്നെ സോഷ്യൽ മീഡിയ സത്യത്തിൽ ലോകത്ത് ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഏറ്റവും ജനാധിപത്യത്തെ അല്ലെങ്കിൽ ലോകത്ത് ഒരു എന്താ പറയുക ഒരു അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വളരെ തന്ത്രപരമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു സാധനമാണ് ഈ സോഷ്യൽ മീഡിയ. ഇത് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ കയറൂരി വിടാൻ തന്നെ കാരണം അതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ചൈന ഈ സോഷ്യൽ മീഡിയയിൽ കുറേ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. ഈ സോഷ്യൽ മീഡിയ അമേരിക്ക സൃഷ്ടിച്ചു വെച്ചത് തന്നെ, അല്ല സോഷ്യൽ മീഡിയ ഈ രീതിയിൽ ഒരു പോപ്പുലാരിറ്റിയിലേക്ക് കൊണ്ടുപോയത് തന്നെ ബേസിക്കലി അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഒരായുധം എടുക്കാതെ ജനമനസ്സുകളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന പോസ്റ്റുകൾക്കെല്ലാം ഒരു 50% പോസ്റ്റുകൾക്കെല്ലാം മുൻപിൽ കൃത്യമായ അജണ്ടയും കൃത്യമായ പരിശ്രമമുണ്ട്. വളരെ അപൂർവമായിട്ടാണ് ആക്സിഡൻ്റലി ചിലതൊക്കെ അങ്ങോട്ട് വൈറലാവുന്നത്, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അതിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ഒരാൾ പോസ്റ്റ് ചെയ്യുന്നു, വേറൊരു ഗ്രൂപ്പ് ഷെയർ ചെയ്യുന്നു, പ്രധാനപ്പെട്ട ഒരാൾ അതിന് കമൻറ്റ് ചെയ്യുന്നു, വേറൊരു ലോകത്തിൻ്റെ തലവൻ അത് ലൈക്ക് ചെയ്യുന്നു. ഇങ്ങനെ വളരെ തന്ത്രപരം നിങ്ങൾ വിചാരിച്ച് വെറുതെ സംഭവിക്കുന്നത്, ഇതൊക്കെ വളരെ തന്ത്രപരമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അണ്ടർസ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പോലീസിന് പിന്നെ ഇതിനുള്ളിൽ അയാൾക്ക് ഈ പാരനോയുണ്ട്. ബിക്കോസ് ഹീ ഹിംസെൽഫ് എ മോൾ, ഹീസ് എൻ ഏജന്റ്, ഹീസ് എൻ ആൻറ്റി ഇന്ത്യൻ ഏജന്റ് ഓഫ് സോ മെനി കൺട്രീസ്. അമേരിക്കയുടെയും ചൈനയുടെയും. നിങ്ങൾ വിചാരിക്കും അമേരിക്കയും ചൈനയും പരസ്പരം ശത്രുക്കളല്ല. അങ്ങനെയൊന്നുമില്ല. പൊതു ശത്രുവിനെതിരെ അവർ ഒരുമിച്ച് നിൽക്കും. അതായത് തോമസ് കുട്ടിക്കെതിരെ ഗോവിന്ദൻകുട്ടിയും അതുപോലെ തന്നെ മറ്റേ നമ്മളെ ക്യാരക്ടേഴ്സില്ലേ ശേഖരനും ഗോവിന്ദൻകുട്ടി അപ്പുക്കുട്ടനെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുന്നില്ല ബോക്സിംഗ് റിംഗിൽ. മഹാദേവൻ മറ്റേ ഈ സിനിമ ആദ്യം ഗോവിന്ദൻകുട്ടീനെ അടിച്ചിടും. ഇപ്പോൾ ഇവന്മാർക്കൊക്കെ വേണ്ടത് പിന്നെ ഗോവിന്ദൻകുട്ടി ആദ്യം തോമസ് കുട്ടീനെ അടിച്ചിടും. അപ്പോൾ ഇവന്മാർക്കൊക്കെ വേണ്ടത് ഇപ്പം ഇന്ത്യ എന്നുള്ള തോമസ് കുട്ടീനെ അടിച്ചിടുന്നുള്ളത്. അതിൻ്റെ ഭാഗമാണ് ഈ സംഭവം. അപ്പോൾ ഇയാളതിന് പറ്റില്ല എന്ന് തോന്നിയാൽ ഇവർ അയാളെ മാറ്റി വേറെ ആരെങ്കിലും കൊണ്ടുവരുമെന്ന് ഇയാൾക്ക് അറിയാം. ഇപ്പോൾ ഹസീനേൻ്റെ അവസ്ഥ ഇയാൾ കണ്ടു. ഹസീന അവരുടെ ഒരു അണ്ടറിൽ പറയുന്നതും കേൾക്കാത്തതുകൊണ്ട് അവരുടെ അണ്ടറിലല്ലാത്ത ആളായതുകൊണ്ട് ഹസീനൻ എന്ത് ചെയ്തു എന്ന് അയാൾ കണ്ടു. ഇതിൻ്റെ പാരനോയ കൂടി അയാൾക്കുണ്ട്. പ്ലസ് അവർ ഈ രീതിയിലുള്ള മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ പട്ടാളം ആയുധം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് ഉണ്ടാക്കിയാൽ പോരെ. അങ്ങനെയല്ലേ ഈ അറബ് സ്പ്രിംഗ് ഒക്കെ ഉണ്ടായത്. അറബ് സ്പ്രിംഗ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം എന്നതിലുപരിയായിട്ട് അറബ് സ്പ്രിംഗ് ബേസിക്കലി മതമൗലികവാദികളുടെ ഒരു വിപ്ലവമായിരുന്നു. പിന്നെ ഒരു ഘട്ടം എത്തിയപ്പോൾ ക്രിസ്ത്യാനികളെ മേൽ കൈവച്ചപ്പോൾ അമേരിക്കയ്ക്ക് ഒരു വഴിയില്ലാതായി. അതുകൊണ്ട് അജണ്ട അവർ മാറ്റി വെച്ചു. അതിൻ്റെ അജണ്ട എന്ന് വെച്ചാൽ ഈ പറയുന്നതിന് ക്രിസ്ത്യാനികളുടെ മേലെ കൈവെക്കും, സ്വാഭാവികം അവിടെ ഇൻറ്റേർണലായിട്ടുള്ള അണ്ടർസ്റ്റ് വരും. ഈ അണ്ടർസ്റ്റിൻ്റെ സമയം ഉപയോഗിച്ചുകൊണ്ട് വിശാല ഇസ്രായേൽ ഉണ്ടാക്കുക എന്നുള്ള അമേരിക്കൻ അജണ്ട ആയിരുന്നു അതിൻ്റെ പിന്നിൽ. പക്ഷേ അത് ക്രിസ്ത്യാനികളെ കൈവച്ച് അത് വലിയ വിഷയമായിപ്പോയി. അത് പിന്നെ ഇവരെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നുന്നു. അത് തൽക്കാലം അതുകൊണ്ട് തിരിച്ച് പട്ടാളത്തിനെ കൊണ്ട് ഭരണം തിരിച്ചു പിടിപ്പിച്ചതാണ്. നാളെ ഇതേ രീതിയിൽ ഇസ്ലാമിക് ബ്രദർഹുഡിന് അവർ ഇമ്പോർട്ടൻസ് ഉണ്ടാക്കി കൊടുക്കും.
ഇപ്പോൾ ഇന്ത്യയിൽ അവർ ചെയ്തെന്താ, അവർ ചെയ്ത് മോഡീനെ അങ്ങോട്ട് വിട്ടേ, മോഡി ഹിന്ദുത്വവാദിയാണല്ലോ. അപ്പോൾ മോഡി കയ്യും മെയ്യും നോക്കാതെ സ്കൂളുകൾ RSS അജണ്ട നടപ്പിലാക്കും, അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ മാതിരി സൈന്യത്തെ കംപ്ലീറ്റ്ലി RSS വൽക്കരിക്കും. അങ്ങനെ മൊത്തം മൈനോറിറ്റീസ് എതിരാവും. RSSകാർ ഫാസിസ്റ്റുകളായി മാറും. അങ്ങനെ ഇന്ത്യയിൽ ഇടപെടാന്ന് വിചാരിച്ചാൽ RSS മോഡി ആരാ മക്കൾ? അവർ ഭരണത്തിൽ വന്ന ഉടനെ തന്നെ ഇതിപ്പോൾ പലരും പറയുന്നത് പോലെ പിന്നെ അമേരിക്കൻ നയമൊന്നല്ല മോഡി എടുത്തത്. മോഡി എടുത്ത പല നയങ്ങളും ആൻറ്റി അമേരിക്കനാണ് ഇന്ത്യയിലാണെങ്കിൽ. ഇവരാദ്യം വിചാരിച്ച പോലെയുള്ള സ്പീഡിലൊന്നും സാമ്പത്തിക പരിഷ്കരണങ്ങളും മോഡി നടപ്പിലാക്കിയില്ല. അതുകൊണ്ട് ഇപ്പോൾ അവർ മോഡിക്കെതിരാണ്. ഇവർ ആദ്യകാലത്ത് രാജീവ് ഗാന്ധിക്ക് ഭയങ്കര അനുകൂലമായിരുന്നല്ലോ. അന്ന് റെയ്ഗൺ പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഫ്രീ ടാക്സ് ഇല്ലാതെ ഞങ്ങൾക്ക് ആൽമണ്ട് നിങ്ങളുടെ നാട്ടിലേക്ക് എന്നാണ് കയറ്റുമതി ചെയ്യാൻ പറ്റുക. രാജീവ് ഗാന്ധിയൊക്കെ കേട്ടു അതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് രാജീവ് ഗാന്ധിനെ അവർ കൊന്നു കളഞ്ഞു. ഇയാൾ ട്രംപ് നാൾ മോഡി പോയപ്പോൾ ചോദിച്ചത് എപ്പോഴാണ് താരിഫ് ഇല്ലാതെ നമുക്ക് ഹാർലി ഡേവിഡ്സൺ അവിടെ കൂടെ കയറ്റി വയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ ട്രംപ് പിന്നെ അത്ര വൃത്തിയിട്ടവനല്ലാത്തതുകൊണ്ട് ട്രംപിനെ നമുക്ക് പിന്നെ അവിശ്വസിക്കേണ്ട. പക്ഷെ ട്രംപ് അല്ലല്ലോ അവിടെ കാര്യം തീരുമാനിക്കേണ്ടത്. കാര്യം തീരുമാനിക്കുന്നത് വേറെ ആളുകൾ. ഇതിന് സോഷ്യൽ മീഡിയ നിരുത്തരവാദ സംഭവമല്ല. ഒരു തോക്ക് പോലും എടുക്കാതെ നമ്മളെ വിപ്ലവകാരികളാക്കുന്ന, നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന, അവരുടെ പാവകളാക്കി മാറ്റുന്ന അമേരിക്കയുടെ പടിഞ്ഞാറ് ശക്തികളെ ഏറ്റവും ശക്തമായ ടൂളാണ് ഈ സാധനം. ഇങ്ങനെ സോഷ്യൽ മീഡിയ ലൈക്ക് കിട്ടി, ഷെയർ കിട്ടി, ഡോക്യു മാറ്റിയെന്ന് പറയുന്നുണ്ടല്ലോ. ഇന്ത്യയുടെ പങ്കെന്തെങ്കിലും ഉണ്ടായിരിക്കും ഇങ്ങനൊരു? ഇന്ത്യക്ക് അതിലല്ലോ ഒന്നുമില്ല. ഇന്ത്യ മൗസ് വെയിറ്റ് അങ്ങനെ മാറ്റം, അവിടെ അധികാരം മാറ്റേണ്ട ആവശ്യം നമുക്കില്ല. അത് കൂടുതലായി പിന്നെ എതിരാളികൾ ശക്തിപ്പെടുത്തും. നമ്മൾ ഇടപെടേണ്ടത് ഇടപെട്ടാൽ അവിടെ ഇന്ത്യ ആർക്ക് അനുകൂലമാണ്, ഇന്ത്യ ഇയാൾക്ക് അനുകൂലമായിട്ട് ഇടപെട്ടാൽ ഇന്ത്യക്ക് എതിരായിട്ട് ഇടപെട്ടാൽ ഇയാൾ രക്ഷപ്പെട്ടു. നമ്മൾ തൽക്കാലം അവിടെ നമുക്ക് എതിരല്ല നോക്കുന്നത്. ഇപ്പോൾ അയാൾ നമുക്ക് വലിയ എതിരൊന്നല്ല. ഇപ്പം നല്ല നയത്തിലേക്ക് അതെ അതെ അതെ, അയാൾക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഇന്ത്യനെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ കാര്യം. അതുകൊണ്ടാണ് അദ്ദേഹം നന്ദി പറയുകയൊക്കെ ചെയ്തത്, സാമ്പത്തികമായി സഹായിച്ചതിനും. പിന്നെ ഇന്ത്യ അവിടെ പോയിട്ട് കുറേ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ അയാൾക്ക് മനസ്സിലായി. കാരണം നമ്മളിപ്പോൾ ലക്ഷദ്വീപിനൊക്കെ ടു മച്ച് ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡെവലപ്പ് ചെയ്യാൻ നോക്കി. അവർക്ക് അവിടെ വലിയൊരു വിഭാഗം അവിടെ ടൂറിസ്റ്റുകൾ വരുന്നത് ഹണിമൂണൊക്കെ പോകുന്നത് ഇന്ത്യ എന്നാണ്. നമ്മളതൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അതവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇന്ത്യ ആക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർക്ക് പലർക്കും തലവേദനയാണ്. നമ്മളത് ആക്ട് ചെയ്യാതെ പാവങ്ങൾ കഞ്ഞി പിടിച്ച് ജീവിച്ചോട്ടെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. നമുക്കിട്ട് ചോദിക്കാൻ വന്നത് ചെയ്യും. അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. പക്ഷേ ഈ ഭയമുണ്ട്, അദ്ദേഹത്തിനെ അട്ടിമറിക്കുമോ എന്നുള്ള ഭയം അതുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു അജണ്ടയും കൊണ്ട് വന്നതല്ലേ. ആ അജണ്ട നടപ്പിലാകാത്ത സമയത്ത് അയാൾക്ക് പേടിയുണ്ടാവും, പാർനോയി ഉണ്ടാവും. രണ്ട്, അയാൾക്കൊരു സിഗ്നൽ കൊടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ അങ്ങനെയാണ്. സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ബോംബാണ് ഈ സാധനം. അതാണ് പണ്ട് കോടതി പറഞ്ഞത്. ഈ ഫിലിം റിവ്യൂ എന്ന് വെച്ചാൽ കാർപ്പറ്റ് ബോംബിംഗ് ആണ്. ഇതുപോലെയാണ് സോഷ്യൽ മീഡിയ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള പല വിവാദങ്ങളും നിങ്ങൾ വൺ സൈഡായിട്ടൊരു നെഗറ്റീവ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്താൽ എല്ലാവരെ കൊണ്ട് അംഗീകരിപ്പിക്കുക. ഒറ്റ സുപ്പാതി ഈ നെഗറ്റീവ് അങ്ങ് മാറുകയും ചെയ്യും. നാട്ടുകാർ ബേസിക്കലി മണ്ടന്മാർ. അത് നിങ്ങൾക്ക് അറിയില്ലേ? ഇവർ ചെക്കും പിന്നെ ഫാക്റ്റ് വെരിഫൈ ചെയ്തിട്ടാണോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്? നിങ്ങൾ എൻ്റെ സുഹൃത്താണ്, നിങ്ങൾ എനിക്ക് അയച്ചിടുന്നു, അപ്പോൾ ജോണ് അയച്ചെന്ന് ശരിയാക്കി ഞാൻ എൻ്റെ ഗ്രൂപ്പിലിടുന്നു. ഇങ്ങനെ തന്നെ ആളുകൾ വിശ്വസിക്കുകയാണ്. ഇത് ഡോക്ടറേഡാണോ ഈ വിഷ്വൽസ്? നമുക്കറിയില്ല. ഒരിക്കലും ഡോക്ടറേഡ് വിഷ്വൽസാണ്. ഇതിൻ്റെ ഉത്തരേന്ത്യയിലെ കലാമുണ്ടായ പാകിസ്ഥാനിലെ സുന്നി മുസ്ലിങ്ങൾ ഷിയാക്കൾ അടിച്ചു കൊല്ലുന്നത് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ അടിച്ചു കൊല്ലുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടാണ് ഇതിൻ്റെ കുറച്ച് മുമ്പ് ഉത്തരേന്ത്യയിൽ കലാമുണ്ടായത്. അതാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഈസ് ടു ഡേഞ്ചറസ് ഫോർ ഡെമോക്രസി. ആ ഡെമോക്രസി അല്ല അതിൽ. ഇൻഡെപ്തായി നമ്മൾ നമ്മുടെ മൈൻഡിനെ ഈ ചില ആളുകൾ ഇപ്പോൾ എൻ്റെ മൈൻഡിനെ അമേരിക്കയിൽ നിന്ന് ചില ആളുകൾ കൺട്രോൾ ചെയ്യുന്നു. അത് അങ്ങനെയല്ല കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള ഈ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ്. അതിനെപ്പറ്റി അറിയുന്ന അപൂർവം ചില ആളുകളുണ്ട്. അവർ ഇതിലൊന്നും വീഴില്ല. അല്ലാത്തൊരു അമ്മാദിക്കരുതില്ലേ. പിന്നെ പ്രേമലൂർ ആ നായികൻ്റെ അച്ഛനമ്മേനെ പോലെ മാവിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് സെൽഫി പിന്നെ റീലെടുക്കുക. അമ്മാദിക്കല്ലോ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ദിസ്. അത് അർമാദിക്കുകയും ചെയ്യാം, ഒരു ഗവൺമെൻറ്റിനെ വീഴ്ത്തുകയും ചെയ്യാം. വളരെ എളുപ്പമല്ലേ? നിങ്ങൾ നോക്കിയാൽ മതി. ഓരോ നെഗറ്റീവ് ഒരാഴ്ച വരെ പ്രിയങ്കരനെ ലാലേട്ട ഒരാഴ്ച കൊണ്ട് ഒന്നും അല്ലാതാവും. അടുത്ത ആഴ്ച ലാലേട്ട പിന്നെയും കയറും. ലാലേട്ട മഹാനാണ്. അതിൻ്റെ അടുത്ത ആഴ്ച ലാലേട്ട സംഖ്യയാണ്. അടുത്ത സുഡാപ്പിയാണ്. നിങ്ങൾ എത്ര നെഗറ്റീവ് ഉണ്ട്? ഇതെല്ലാം നമുക്ക് സൃഷ്ടിച്ചെടുക്കുന്നത് വളരെ തന്ത്രപരമായി. എന്നിട്ട് പ്രഷർ ഉണ്ടാക്കുക, എന്നിട്ട് നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക. ഒരായുധമില്ല, ആയുധം എടുക്കണ്ട, ചോരയും ചിന്തണ്ട, ആരും മരിച്ചു വീഴുകയും വേണ്ട. ഇത് മതി. അമേരിക്ക വെറുതെ അല്ല ഈ ടെക്നോളജിയൊക്കെ നിങ്ങൾക്ക് തരുന്നത്, മനസ്സിലായോ? അവരൊന്നും കാണാൻ ഒരു ടെക്നോളജി ലോകത്തിന് കൊടുത്തിട്ടില്ല. ഇത്രയും കാലം അവർ പിടിച്ചു വെച്ചിട്ട് ഇപ്പോൾ അവർക്ക് ആവശ്യം അവർ മനസ്സിലായി ഇതാണ് ഇനി നല്ലത്. ഞാൻ ആയുധം ഉപയോഗിച്ചിട്ടൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചിലവുമാണ്,
വലിയ പ്രശ്നം ഉണ്ടാവും. അത് വേണ്ട, ഇത് മതി. മുഹമ്മദ് മൊയ്സു താഴെ വീഴാനുള്ള സാധ്യതയുണ്ടോ? അതൊന്നുമില്ല.